നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്ലാജറിസം ആണ്. പ്ലാജറിസം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഐഡിയ ഓർ ടെക്സ്റ്റ് എന്നിവ നമ്മുടേത് എന്ന തരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അവരുടെ സമ്മതമില്ലാതെ അവരുടെ ആശയങ്ങളും വർക്കുകളും കോപ്പി ചെയ്യുന്നു. അതായത് നമ്മൾ മറ്റൊരാളുടെ ഡാറ്റാസും ഡീറ്റെയിൽസും ഒക്കെ ഉള്ള സാധനങ്ങൾ കോപ്പി അടിക്കുമ്പോൾ അത് നമ്മളത് അല്ല, അവരത് കോപ്പി അടിച്ചതാണെന്ന് പറയാനുള്ള ഒരു അന്തസ്സ് കാണിക്കണം. അത് കാണിക്കാണ്ട് അവരത് കോപ്പി അടിച്ചതാണെന്ന് പറയാ എന്നല്ലാതെ മാത്രമല്ല നമ്മളതാണെന്ന് സ്വന്തമാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പരിപാടിയാണ് പ്ലാജറിസം എന്ന് പറയുക. പ്ലാജറിസം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് റിസർച്ച് മെത്തഡോളജീൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഒരെണ്ണം എന്ന് പറയുന്നത് റിസർച്ച് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന പ്ലാജറിസം. അതായത് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ തീസിസിൽ പ്ലാജറിസം കടന്നു വരാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പ്ലാജറിസം. ഇതെന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ സമയത്ത് നമ്മൾ എടുക്കുന്ന റെഫറൻസ് ബുക്കിൽ പ്ലാജറിസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം അവിടെ പ്ലാജറിസം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ കോപ്പി ചെയ്താൽ നമ്മളും പ്ലാജറൈസ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണ് ഉണ്ടാക്കുക. പകരം അതിലുള്ള പ്ലാജറിസം കണ്ടുപിടിച്ച് ആ പ്ലാജറിസം ഒഴിവാക്കിയിട്ട് നമ്മൾ തീസിസ് എഴുതിയാൽ നമ്മളെ തീസിസിലേക്ക് പ്ലാജറിസം വരില്ല. അപ്പോൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ടേം പ്ലാജറിസം എന്ന് പറയുന്ന ടേം വൈസ് രണ്ടും സെൻറ്റൻസ് അതിൻ്റെ ഡാറ്റാസൊക്കെ അർത്ഥം ഒന്നാണ്. പക്ഷേങ്കിൽ യൂസേജിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ പ്ലാജറിസം എന്ന് പറയുന്നത് മറ്റൊരു ഡോക്യുമെൻറ്റിലുള്ള പ്ലാജറിസം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥത്തിലും, കൺക്ലൂഡിങ് ഓപ്പറേഷനിലെ പ്ലാജറിസം എന്ന് പറയുന്നത് നമ്മളെ തീസിസിൽ മറ്റൊരു തരത്തിലുള്ള പ്ലാജറിസം വന്നിട്ടില്ല എന്ന് കൺഫേം ചെയ്യുന്നതുമാണ്. അർത്ഥം വൈസ് അല്ലെങ്കിൽ മീനിങ് വൈസ് പ്ലാജറിസം രണ്ടും ഒന്നാണെങ്കിലും രണ്ട് സ്ഥലത്ത് രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ റിസർച്ച് മെത്തഡോളജിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ പ്ലാജറിസം മാത്രമായിട്ട് ചോദിച്ചാൽ നമുക്ക് രണ്ടും എഴുതോ അല്ലെങ്കിൽ ഡെഫിനിഷൻ മാത്രം എഴുതിയിട്ട് എന്താണെന്ന് പറയുകയോ ചെയ്യാം. അതല്ല മറ്റേതെങ്കിലും സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാജറിസം ചോദിക്കുന്നതെങ്കിൽ ഏത് സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ടാണോ അവർ ചോദ്യം ചോദിച്ചതിന് അതിന് കണക്കായിട്ട് ഉത്തരം എഴുതണം എന്നാണ് പറഞ്ഞു വന്നത്. അതായത് എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ കാര്യത്തിൽ ചോദിച്ചാൽ മറ്റൊരു പുസ്തകത്തിലെ പ്ലാജറിസം ചെക്ക് ചെയ്യുന്നതും നമ്മളുടെ തീസിസിലെ പ്ലാജറിസം ചെക്ക് ചെയ്യുന്നത് കൺക്ലൂഡിങ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടും. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ആ രണ്ട് തരത്തിലും എഴുതാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർപൊളേഷനാണ്. ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഡാറ്റാസിൻ്റെ ഇടയിലുള്ള അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് മാത്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും അങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു ടേമാണ് ഇൻ്റർപൊളേഷൻ. അപ്പോൾ ഈ ഇൻ്റർപൊളേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗ്രാഫോ അല്ലെങ്കിൽ രണ്ട് ഡാറ്റാസ് വെച്ചിട്ടുള്ളൊരു എന്തെങ്കിലും ഡയഗ്രോ അങ്ങനെയൊക്കെ വരച്ചാൽ അതിൽ നോൺ ഡാറ്റാസിൻ്റെ ഇടയിലുള്ള അൺനോൺ ഡാറ്റാസ് നമ്മൾ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ഓക്കെ അങ്ങനെ ആയിരിക്കും എന്നൊരു അനുമാനം വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ഇൻ്റർപൊളേഷൻ എന്ന് പറയാം. അപ്പോൾ അതുപോലുള്ള ഇൻ്റർപൊളേഷൻ നമ്മൾ തീസിസിൽ എഴുതാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പം അത്തരം മെത്തേഡ്സിൽ ഉണ്ടാക്കുന്ന അനുമാനങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപൊളേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാം. അതായത് ഇപ്പം ഇൻഡക്റ്റീവ് മെത്തേഡിൽ ഒരു കാക്ക കറുപ്പ്, അടുത്ത കാക്ക കറുപ്പ്, അതുകൊണ്ട് എല്ലാ കാക്കയും കറുപ്പാണ് എന്നൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നുണ്ട്. അതൊരു ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മൾ എല്ലാ കാക്കയും കറുപ്പ് എന്നൊരു തീസിസ് അല്ലെങ്കിൽ തിയറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ കാക്കയും കണ്ടിട്ടില്ല. അതൊരു അനുമാനമാണ്. ഒരു കാക്ക നമ്മൾ കണ്ട എല്ലാ കാക്കകളും കളറായതുകൊണ്ട് കാക്ക എന്ന് പറയുന്ന ജീവി മൊത്തം കറുപ്പാണ് എന്ന്. ഈ ഒരു ഐഡിയ ഒരു വെള്ള കാക്കനെ കാണുന്ന സെക്കൻഡിൽ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ തിയറി തെറ്റാണെന്ന് പറയും. ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മൾ തീസിസ് അല്ലെങ്കിൽ തിയറി ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തരത്തിൽ വേണമെങ്കിൽ നമ്മളത് കുക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർപൊളേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്തെടുക്കുന്ന അനുമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാലോ. പക്ഷേങ്കിൽ അത്തരത്തിലുള്ള ഐഡിയാസ് അത്തരത്തിലുള്ള ഐഡിയാസ് സത്യം പറഞ്ഞാൽ നമ്മൾ ഉള്ള ഡാറ്റാസിൽ നിന്ന് ഒരു വാല്യുബിൾ ഫാക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിനപ്പുറത്തേക്ക് ഒരു ലിമിറ്റില്ലാണ്ട് തോന്നി പോലെ നമ്മൾ ഓക്കെ അതുകൊണ്ട് അതായിരിക്കും, ഇതുകൊണ്ട് ഇതായിരിക്കും, ആയിരിക്കും അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അത് വന്ന് അതൊരു ഫേക്ക് ഡോക്യുമെൻ്റ് ആവും. കാരണം ആ ഒരു ഐഡിയ എവിടെയെങ്കിലും തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് അങ്ങനെ നമ്മൾ അനുമാനിച്ച് എഴുതുമ്പോൾ അങ്ങനെ ഓവറായിട്ട് ഗസ് ചെയ്ത് ഫേക്കായിട്ട് അല്ലെങ്കിൽ ഫാക്ച്വൽ അല്ലാത്ത സാധനങ്ങളുണ്ടോ, അതോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ,
അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഏരിയയാണ് ഈ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻ്റർപൊളേഷൻ ഓവറായിട്ട് ഇൻ്റർപൊളേഷൻ ഉണ്ടോ, തിയറിക്ക് അപ്പുറത്തേക്ക് ഒരു ഇൻ്റർപൊളേഷൻ ഉണ്ടോ, അതല്ല നല്ല രീതിയിലുള്ളൊരു കണക്ഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ കീറി മുറിച്ച് പരിശോധിച്ച് നമ്മളെടുത്ത റെക്കോർഡിൽ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന റെഫറൻസ് ബുക്കിൽ പ്രത്യേകിച്ച് ഓവറായിട്ട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ഐഡിയാസ് സ്വന്തമായിട്ട് സെൽഫായിട്ട് ആ ഓതർ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം, അതിൽ നിന്ന് എന്തൊക്കെ എടുക്കേണ്ടത്, അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളെ തീസിസിൽ ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡിയാസ് കുറക്കാനുള്ള ഐഡിയാസ് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർപൊളേഷൻ ഉണ്ട് എങ്കിൽ ആ ഏരിയ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡാറ്റാസ് മാത്രമേ നമ്മൾ തീസിസിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇനി ഇൻ്റർപൊളേഷൻ ഇല്ല, അപ്പം ആ ഭാഗം നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇതാണ് ഇൻ്റർപൊളേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ലെക്ചർ നോട്ടിൻ്റെ ഭാഗം ഞാൻ വായിക്കാം. തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണിത്. കെട്ടിച്ചമച്ച കാര്യങ്ങൾ, ഫേക്ക് ആയ കാര്യങ്ങൾ, വച്ചു കെട്ടിയ കാര്യങ്ങൾ, ഫേക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. ഫേക്ക് ഡോക്യുമെൻ്റ് കണ്ടെത്തുന്ന രീതിയാണ് ഇൻ്റർപൊളേഷൻ. വളച്ചൊടിക്കുന്ന തരവും വസ്തുനിഷ്ഠമല്ലാത്തതുമായ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് എഴുതുന്നതോ അതല്ല പകുതി എഴുതി വെച്ച് ബാക്കി പകുതി എഴുതാനായിട്ട് ബാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റുകളോ, അങ്ങനെയുള്ള പല ഡാറ്റാസ് ഒക്കെ ഇതിലൂടെ കണ്ടെത്തുന്നു. ഇവിടുന്ന് മുതൽ അങ്ങോട്ട് മൊത്തത്തിൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഡാറ്റാസാണ് പറയുന്നത്. ഇതിൽ ബയാസ്ഡ് ആയിട്ടുണ്ടോ, വേറൊരാളുടെ വർക്ക് അവരുടെ അനുവാദമില്ലാതെ നമ്മളാണ് കണ്ടെത്തിയത്, എഴുതിയത്, എന്നൊക്കെ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്നത് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലൂടെ തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള വിവരങ്ങളാണോ എന്ന് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയൊക്കെയാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിസർച്ച് എത്തിക്സുകൾ ചെക്ക് ചെയ്യേണ്ട ഡാറ്റാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ഇനി എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ യൂസേജ് എന്താണ്, എന്തൊക്കെയാണ് ചെക്ക് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.